നെല്ലിക്ക വാങ്ങിച്ച് ഉണക്കി വെച്ചിരിക്കുന്നു. ഉണക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പം ഫുൾ തീയിൽ തന്നെ ആദ്യം വെക്കുക. അതിനുശേഷം ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കുക. നെല്ലിക്കയെല്ലാം ഞാനിത് കുറച്ചിട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോകുന്നതുകൊണ്ട്. പിന്നെ നമ്മളിതൊന്ന് ചൂടായതിന് ശേഷം നമ്മളിത് സിമ്മിലേക്ക് ഇടുക. നമ്മുടെ നെല്ലിക്ക എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതുണ്ടോ എല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ നല്ല ഇങ്ങനെ നമ്മളിത് എടുക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ നല്ല പൊടിയിടുക. ഇതുണ്ടോ നല്ല കറുത്ത കരി പോലെ നല്ല ഇതുണ്ടോ കൈ കൊണ്ട് തന്നെ പൊടിക്കാൻ പറ്റും. അത് ആയി കഴിയുമ്പോൾ ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഈ അടപ്പിൽ കണ്ടോ നല്ല ഒട്ടും തരിയില്ലാതെ നല്ല ഫൈൻ പൗഡറായിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. നല്ല ബ്ലാക്ക് കളറായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഒരു ഗ്ലാസ് ജാറിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ മൈലാഞ്ചി അപ്ലൈ ചെയ്യണം. വീട്ടിലുള്ള മൈലാഞ്ചി ഉള്ളവർ അത് ഉണക്കിപ്പൊടിച്ച് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഇനി അത് ഇല്ല എന്നുള്ളവർ പാക്കറ്റിൻ്റെ അകത്തുള്ള മൈലാഞ്ചിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇതെൻ്റെ കയ്യിലുള്ളത് രാജസ്ഥാനി ഹെന്നയാണ്. നല്ല ഓർഗാനിക് ഹെന്നയാണ്. നല്ലൊരു പച്ച കളറാണ്. ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഹെന്ന പൗഡർ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തതാണ്. ഒരു നല്ല പേസ്റ്റ് രൂപത്തിലെത്തിയിട്ടുണ്ട്. ഇത് നരയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക. അരമണിക്കൂർ കഴിയുമ്പോൾ പച്ചവെള്ളത്തിൽ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അടുത്ത് നമ്മൾ ഇൻഡിഗോ പൗഡർ എടുക്കുക. ഞാനിവിടെ ഇൻഡിഗോ പൗഡർ നല്ല ഓർഗാനിക് ഇൻഡിഗോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നല്ല ബ്രാൻഡിൻ്റെ ഇൻഡിഗോ പൗഡർ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കളറ് കിട്ടത്തില്ല. ഇതുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 സ്പൂണാണ് എടുക്കുന്നത്. സ്പൂൺ ഓർഗാനിക്കാണ്. ഓർഗാനിക് ഇൻഡിഗോ പൗഡർ ആകുമ്പോൾ ഈ കളറാണ് ഇരിക്കുന്നത്. നല്ല കളർ കിട്ടും. നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നല്ലത് നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക റോസ്റ്റ് ചെയ്ത പൗഡർ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഒരുപാട് ചേർക്കരുത്. ഇപ്പോൾ ഞാനിത് 2 സ്പൂണാണ് നീലയമരി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം ഒരു 1/2 സ്പൂൺ, നമ്മൾ ഏത് സ്പൂണും കൊണ്ടാണ് എടുക്കുന്നത് അതിനൊരു 1/2 സ്പൂണാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. 1/2 സ്പൂൺ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂടിപ്പോകരുത് യാതൊരു കാരണവശാലും. നമ്മളിപ്പം ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബ്ലാക്ക് പൗഡർ, അത് നമ്മൾ വിചാരിക്കും ബ്ലാക്ക് കൂടുതലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കൂടുതൽ ഇടരുത് യാതൊരു കാരണവശാലും. നമ്മൾ 1 സ്പൂണിന് 1/4 സ്പൂൺ എന്നുള്ള അളവില്ല. അപ്പോൾ നിങ്ങൾ എത്ര സ്പൂണാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം ബ്ലാക്ക് പൗഡർ എടുക്കാൻ. അത് കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറ് കിട്ടത്തില്ല. അപ്പം നമ്മളിനി ഇതിനകത്തോട്ട് ചെറിയ ചൂടുവെള്ളം, ഒരുപാട് തിളച്ച വെള്ളം വേണ്ട, എന്നാൽ പച്ചവെള്ളം അല്ലാതെ ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കും. അതായത് ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നല്ല കുഴമ്പ് രൂപത്തിലാക്കി ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആ എണ്ണ അപ്ലൈ ചെയ്തോടത്തെല്ലാം ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ചിലപ്പോൾ ചെറിയ കറുപ്പ് പോലെ നഖത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മിനിമം വെച്ചേക്കുക. 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കളറ് കിട്ടത്തുള്ളൂ. അതിന് മുമ്പ് വാഷ് ചെയ്ത് കളയരുത്. 1 മണിക്കൂർ കൂടുതൽ ഇരുന്നാലും വരെ കുഴപ്പമൊന്നുമില്ല. മിനിമം 1 മണിക്കൂർ ഇരിക്കുക. അതിനുശേഷം സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കാതെ പച്ചവെള്ളത്തിൽ കഴുകിക്കളയുക. ഇതിന് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏറ്റവും മിനിമം ഒരു 15 ദിവസം, 15 തൊട്ട് 20 ദിവസം വരെയൊക്കെ കളർ കിട്ടും. 1 മാസം വരെ, പ്രായം കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ 1 മാസം വരെ അതിൻ്റെ കളർ നിൽക്കും. ഇത് എന്തായാലും നമുക്ക് നല്ല കളർ കിട്ടും. നല്ല ബ്ലൂയിഷ് കളറല്ല, നല്ല ബ്ലാക്ക് കളർ കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും. അതുപോലെ ബാക്കിയുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. നീ എൻ്റെ കൂടെ വന്നിരിക്കുന്നതാണോ പപ്പു? പപ്പു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നതാണോ? ഞാൻ ഓരോന്നും എടുക്കുമ്പോൾ അതെല്ലാത്തിനും ഇത് ഓരോരുത്തർ കൂടെ ഇത് അടുത്ത ആളെത്തി എന്താണെന്ന് നോക്കാൻ. നീയാണോ ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്? മിലി, നീ എന്നെ നോക്കുന്നത്? അതിൻ്റെ അകത്തുനിന്നൊന്നും എടുക്കണ്ട കേട്ടോ. മിടുക്കി കുട്ടി അവിടെ ഇരുന്നാൽ മതിയേ. കാലൊന്നും എടുത്ത് വെക്കണ്ട കേട്ടോ. മിലിക്കുഞ്ഞേ ഇതുണ്ടോ എൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഇരിക്കുന്നു. കൂടിൻ്റെ അകത്തോട്ടാണ് നീ കയറാൻ പോകുന്നത്. ഞാൻ ഇവരെ പേടിച്ചിട്ട് ഇതെല്ലാം മുകളിലത്തെ റൂമിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ എടുത്തപ്പോൾ എല്ലാവരും വന്ന് നോക്കുവാണ്. ഇതന്നെ ഇടി അതെല്ലാം മാന്തി കളയാതെ ഇറങ്ങി.
എല്ലാം എൻ്റെ സാധനങ്ങളാണ്. ഞാൻ ഇവരെ കാണാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ഓരോന്നും. ജൂലി ജൂലി എന്തി കുഞ്ഞെന്തിയേ എൻ്റെ കുട്ടപ്പ ഇതുണ്ടോ? ഇവരുണ്ട് അടുത്ത് വെള്ള ദേഹത്ത് അപ്ലൈ ചെയ്ത് കാണിക്കാം ഞാൻ. ഇനി നിൻ്റെ ദേഹത്ത് ഇച്ചിരി ഡൈ അപ്ലൈ ചെയ്തിട്ട് പിടിക്കുന്നില്ലല്ലോ. ഇതുണ്ടോ? വെള്ള ദേഹത്ത് അപ്ലൈ ചെയ്ത് കാണിക്കാം. നല്ല പച്ച കളറില്ലേ. നീ കഴുകിയാൽ പോവുമോടി. ഇതുണ്ട് വെള്ള നല്ല വൈറ്റ് ഹെയറാണ്. വൈറ്റ് ഹെയറിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. കാണിക്കട്ടെ ജൂലി. ജൂലി നിന്നെ ബ്ലാക്ക് ആക്കട്ടെ. ജൂലി കുഞ്ഞെ ഓയ് പെണുങ്ങി എന്തെന്നെ മിണ്ടാത്തത്? അപ്ലൈ ചെയ്തതിൻ്റെയാണോ? ഇതുണ്ടോ? അവളുടെ ദേഹത്ത് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. നമുക്ക് ബ്ലാക്ക് ആവുമോ നോക്കാം. എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ഇതുണ്ടോ? ഒരാളിരുന്ന് പാൽ കുടിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുട്ടൂസ്, കരഞ്ഞുകൊണ്ടിരുന്ന ആൾ. ഇവിടെ വാടാ, എന്നാ നോക്കിക്കേ. എവിടെ അവനാണ്ട് പിന്നെയും ഓടുന്നുണ്ട്. ഡാ നോക്കിയടാ. ഇതുണ്ടോ ഒരു പ്രത്യേകത ഉണ്ടോ? ഇതുണ്ട് ഒരു വാല് ഉണ്ടോ? വാലില്ലാത്ത പൊപ്പക്കുട്ടനാണിത്. ഒരാളേ ഉള്ളൂ കുഞ്ഞ്, ഒരാളേ ഉള്ളൂ. ഒരു ഹായ് പറയാവോ ജൂലിക്കുട്ടി?